ഇനി തേനിയിലേക്കാണ്. നിങ്ങൾക്കറിയാം, തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഏറെ ശ്രദ്ധിക്കുന്ന ഒരു ജില്ലയാണ് തേനി ജില്ല. തേനി വട്ടാരം. MGRും ജയലളിതയും വരെ വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് ജനവിധി തേടിയ സ്ഥലം കൂടിയാണ് തേനി. അതുകൊണ്ട് തേനിക്ക് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരുപാട് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തേനിയിൽ നിന്ന് രാഹുൽ വിജയൻ തത്സമയം ചേരുന്നു. പറയൂ രാഹുൽ. തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം വലിയ ആവേശകരമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. DMK, ADMK, TVK ഈ മൂന്ന് സഖ്യങ്ങളാണ് ഇത്തവണ പ്രധാനമായും ചർച്ചാ വിഷയമായിട്ട് പൊതുമധ്യത്തിലുള്ളത്. കാരണം TVKയുടെ വരവോടുകൂടി മത്സരം ഏറെക്കുറെ ത്രികോണ പോരാട്ടമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പല മണ്ഡലങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ കമ്പം മണ്ഡലത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ TVK, ADMK, DMK ഒരു ത്രികോണ പോരാട്ടം നടക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ഇപ്പോൾ കുറച്ച് DMKയുടെ ആളുകളെയാണ് കിട്ടിയിരിക്കുന്നത്. ഇവർ വലിയ തരത്തിലുള്ള പ്രചരണ പരിപാടികളിലൊക്കെയാണ്. രാവിലെയാണ് പ്രചരണം നടത്തുക. ഇടയ്ക്ക് ഉച്ച സമയത്തോടുകൂടി പ്രചരണം അവസാനിപ്പിക്കും. കാരണം ഭയങ്കര ചൂടാണ്. അതുകൊണ്ടാണ് ഈ പ്രചരണത്തിന് കുറച്ച് ഇടവേള ഇട്ടുകൊണ്ട് അവർ നടത്തുകയും ചെയ്യുന്നത്. എന്തായാലും ആളുകളുടെ ഒരു പ്രതികരണം കൂടി തേടാം. അണ്ണേ, എപ്പടി ഇருக்கு இந்த எலெக்ஷன் பிரச்சாரம்? பிரமாதமா இருக்கு. திமுக தலைமையிலான மதசார்பற்ற முற்போக்கு கூட்டணி ஒரு மகத்தான வெற்றி பெறும். நம்முடைய மாண்புமிகு தமிழ்நாடு முதலமைச்சர் தலைவர் தளபதியார் அவர்கள் பல்வேறு நலத்திட்டங்களை இந்த மக்களுக்கு வழங்கியிருக்கின்றார். மகளிர் உரிமை திட்டம், மகளிர் விடியல் பயணம் திட்டம். ஸ்டாலின் அவர்கள் மீண்டும் வருவார். மீண்டும் திராவிட மாடல் வரிசையை 2.0 ஆட்சி கண்டிப்பா வரும். ADMK எல்லாமே വലിയ കക്ഷി தான். എന്താ BJPயோட எல்லாம் கூட்டணி சேர்ந்து தானே மത്സരിக்கிறார். அப்படி அது ஒரு பிரச்சனை இல்லையா? ADMKவை BJP ஆக்கிரமிச்சிருக்கு, அவர்களுடைய பிடியில வச்சிருக்கு. அதனால ADMKவுடைய தொண்டர்கள்லாம் சோர்வா இருக்காங்க. அவங்களுமே திமுகவுக்கு வாக்களிக்க வேண்டிய சூழ்நிலை உருவாகிருக்கு. இந்த TVK ஒரு വലിയ கட்சி தானே. இப்போ இந்த விஜய் இந்த വലിയ பிரச்சனை எல்லாம் நடத்தியிருக்கு. இந்த ஆள்கூட்டம் எல்லாம் சேர்ந்து വലിയ പരിപാടി നടത്തിயிருக்கு. அது ஒரு ஓட்டு பிடிக்குமா? அது ஒரு சினிமா ஷூட்டிங். அது என்னன்னா அவங்க தளத்திலே இருக்காங்க ஒழிய மக்களோட களத்துல இல்ல. அவங்க சினிமா ஷூட்டிங் நடந்துகிட்டு இருக்கு. தேர்தல் முடிஞ்ச உடனே அவங்களுடைய உண்மையான சுயரூபம் வெளிவரும். தேர்தல் முடிந்தவுடன் மக்களுக்காக களத்திலே அவர்கள் இருக்க மாட்டார்கள். மாண்புமிகு தமிழ்நாடு முதலமைச்சர் தளபதியார் தலைமையிலான திமுகவும் மதசார்பு முற்போக்கு கூட்டணி மக்களோட மக்களா நிற்கும். நல்லா போறியா? சிறப்பா போகுது. എന്തായാലും അങ്ങനെയാണ്. വലിയ ആവേശത്തിലാണ്. DMK തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ളതാണ് DMKയുടെ ആളുകൾ പറയുന്നത്. എന്തായാലും പലതരത്തിലുള്ള പ്രചരണമുണ്ട്. പക്ഷെ ഇവിടെ ഈ പോസ്റ്റർ ഒട്ടിച്ചും ഫ്ലെക്സ് വെച്ചും നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ തരത്തിലുള്ള പ്രചരണങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇപ്പൊ കമ്പം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളാണെങ്കിൽ DMKയുടെ സ്ഥാനാർത്ഥിയായി നിലവിലെ MLA തന്നെയായിട്ടുള്ള N രാമകൃഷ്ണനാണ് വരുന്നത്. ADMKയുടെ സ്ഥാനാർത്ഥിയായിട്ട് ജക്കയ്യൻ, അതുപോലെ തന്നെ തമിഴക വെട്രിക്കഴകം സ്ഥാനാർത്ഥിയായ ജഗന്നാഥ് മിശ്ര എന്നിവരാണ് മത്സരിക്കുന്നത്. ത്രികോണ പോരാട്ടം നടക്കുന്ന തേനി ജില്ലയിലെ ഒരേ ഒരു മണ്ഡലമാണ് കമ്പം എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുകയും ചെയ്യുന്നത്. എന്തായാലും മറ്റു മണ്ഡലങ്ങളിലെ വിശേഷങ്ങൾ കൂടി നമുക്ക് പിന്നീട് കാണാവുന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.